ഹേ ഗായ്സ്, ക്രാഫ്റ്റ്സിലെയാണ്. സോ ഞാൻ ഇന്നൊരു സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. ആക്ച്വലി ഇത് സ്റ്റോറിയല്ല, റിയൽ ലൈഫ് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. സോ നിങ്ങൾ അങ്ങനെ കണക്കാക്കിയാൽ മതി. എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റോറിയിലേക്ക് കിടക്കാം. ആക്ച്വലി ഈ ഒരു സ്റ്റോറി നടക്കുന്നത് ഒരു 5 to 6 months ബാക്കാണ്. ആൻഡ് ഈ ഒരു പേജിലേക്ക് ഇടാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രാഫ്റ്റായിട്ട് ചെറിയൊരു റിലേറ്റഡ് ഉണ്ട് ഈ ഒരു സ്റ്റോറിക്ക് കേട്ടോ. ആക്ച്വലി ഒരു ഹൊറർ സ്റ്റോറി എന്ന് വേണമെങ്കിൽ പറയാം. പറഞ്ഞാൽ തന്നെ എല്ലാവരും വിശ്വസിക്കുമോ എന്നറിയില്ല, ബട്ട് എൻ്റെ ലൈഫിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് ഞാനിതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ആക്ച്വലി എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് ഓർഡറൊക്കെ വരുന്ന ഒരു ദിവസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് ഏത് ടൈമിൽ ഡിസ്പാച്ച് ചെയ്യണം, അതേപോലെ തന്നെ എപ്പോഴാണ് അവർക്ക് ഡെലിവറി ആവുക, ഡെലിവറി ആയ എന്തെങ്കിലും ഡാമേജസ് ഉണ്ടാവുമോ എന്ന ഫുൾ ടെൻഷൻസ് ആയിരിക്കും എനിക്ക് ഉണ്ടാവുന്നത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കുറവായിരിക്കും. എനിക്ക് നല്ല ക്രാഫ്റ്റ് ചെയ്യുന്ന മിക്ക ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. ഒരുപാട് വർക്ക്സ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അവർക്ക് ഉറക്കും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് കിട്ടൂല. ഓക്കെ, അങ്ങനെ ഒരു സംഭവം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മൈൻഡൊക്കെ ഫുള്ളി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. അതേപോലെ എനിക്ക് ചില ഹാലുസിനേഷൻ പോലത്തെ സംഭവങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഒരു സംഭവം ഉണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കവും കാര്യങ്ങളൊക്കെ ലേറ്റ് നൈറ്റ് ആയിട്ടായിരുന്നു ഉറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുള്ളത്. അങ്ങനെ ഞാനൊരു ദിവസം കിടക്കുന്ന ടൈമിൽ എനിക്ക് എന്താ പറയുക, ഞാനൊന്ന് ഉറങ്ങി എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ഉറങ്ങി എണീറ്റൊരു ടൈമിൽ എൻ്റെ അടുത്ത് ആരും നിൽക്കുന്ന പോലെ എനിക്കൊരു ഫീൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പറയുകയാണെങ്കിൽ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. സോ നമ്മൾ ആ ഫസ്റ്റ് ഇയറിൽ നമുക്ക് കടാവറിൽ ഡൈസെക്റ്റിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഡ് ബോഡീസിലാണ് നമ്മൾ ഡൈസെക്റ്റ് ചെയ്തിട്ട് പഠിക്കുന്നുണ്ടാവുക. സോ അവരുടെ ഫേസ് കാര്യങ്ങളൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും ഉണ്ടാവുന്ന ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കിടന്ന് ഒറ്റ ടൈമിൽ ഞാൻ എണീറ്റൊരു ടൈമാണെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നത്. സോ എൻ്റെ അടുത്ത് ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ഫേസ് ഒന്നും തീരെ ക്ലിയർ അല്ല, ഒരു ബ്ലാക്ക് ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് അയാളുടെ ശരീരപ്രകൃതി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഈ കടാവറിൻ്റെ സംഭവം അതിൽ കണ്ട ആളുടെ ഒരു ശരീരപ്രകൃതിയായിരുന്നു എനിക്ക് ഉണ്ടായിട്ടുണ്ട്. സത്യം വരെ പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇതിന് മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസോ ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ രാവിലെ എണീക്കുന്ന ഒരാളാണ്. എനിക്ക് എന്താ നടന്നത്, എന്താ സംഭവം എനിക്കൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. പെട്ടെന്ന് ഇങ്ങനെ ഒരാളെ കണ്ടപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ ആക്കേണ്ടത് ഒന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ഇയാളുടെ ഫേസും ഫേസ് എനിക്ക് തീരെ ക്ലിയർ അല്ല. ഫേസ് ഉണ്ട്, ബട്ട് കണ്ണ് ആ സംഭവമൊന്നും എനിക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരാൾ നിൽക്കുന്നത് മാത്രമാണ് എനിക്ക് കാണുന്നുണ്ടായിരുന്നത്. അതായത് ഞാൻ കിടക്കുന്നതിൻ്റെ ഞാൻ ആ കണ്ണ് തുറക്കുന്ന ആ ഒരു ഭാഗത്താണ്. കണ്ണ് തുറന്നിട്ടാണോ അടച്ചിട്ടാണോ എങ്ങനെ കാണുന്നതെന്നും എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരാളിങ്ങനെ നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു. ആൻഡ് അതേപോലെ തന്നെ എങ്ങനെ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ റൂമിൻ്റെ അടുത്താണ് സ്ട്രീറ്റ് ലൈറ്റ് വരുന്നത്. സോ അതിൻ്റെ ലൈറ്റ് ഫുള്ളായിട്ട് എൻ്റെ റൂം മൊത്തം കാണാം. അപ്പം ഞാൻ ഉറങ്ങി എണീറ്റിട്ടുള്ള ടൈമിലാണെങ്കിലും ഞാൻ എൻ്റെ ഷെൽഫ് അതേപോലെ തന്നെ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഇയാളെയും ഞാൻ അതേപോലെ തന്നെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് അതേപോലെ തന്നെ ഞാനിങ്ങനെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, വീട്ടുകാരെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്, ഫോൺ എടുക്കാൻ നോക്കുന്നുണ്ട്, ലൈറ്റ് ഇടാൻ നോക്കും, ഒന്നിനും എനിക്ക് പറ്റുന്നില്ല. ഫുള്ളി എല്ലാം തളർന്നൊരവസ്ഥയായിരുന്നു. എനിക്ക് ലൈറ്റ് ഇടാൻ പോലും എനിക്ക് പറ്റുന്നില്ല. ഞാൻ ലൈറ്റ് ഇടുന്നുണ്ട്, പക്ഷേ ലൈറ്റ് ഓൺ ആവുന്നില്ല. ഫോൺ ഇങ്ങനെ പിടിച്ച് ഓൺ ആക്കുന്നുണ്ട്, ബട്ട് ഫോൺ ഓൺ ആവുന്നില്ല. ഇങ്ങനത്തെ ഒരു സംഭവം എനിക്ക് ഉണ്ടായിരുന്നത്. അങ്ങനെ